പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് രക്തം പുരണ്ട മുസ്ഹഫ്. അതായത് ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹയാത്ത് കാലത്ത് ഓതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മുസ്ഹഫ്. കലാപകാരികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ഓതുകയായിരുന്നു. അങ്ങനെ കൊല ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ രക്തം ഈ മുസ്ഹഫിലേക്ക് തെറിച്ചു വീഴുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ തലസ്ഥാനമായ താഷ്കെൻഡിൽ ഒരു മ്യൂസിയത്തിലാണ് ഈ മുസ്ഹഫ് കാലങ്ങളായി സൂക്ഷിച്ചു വരുന്നത്. ഒരു വെള്ളിയാഴ്ച പകൽ നോമ്പുകാരനായി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പതിവ് പോലെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ വീടിന്റെ കാവൽക്കാരായ സ്വഹാബത്തിനെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഒരു സംഘം അക്രമകാരികൾ വീടിന്റെ ബാക്ക് ഭാഗത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. റാഫിഖ് ഇബ്നു ഹർബ് എന്ന് പറയുന്ന അക്രമകാരി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പിന്നിലൂടെ വന്ന് തലക്കടിക്കുകയാണ്. തൽക്ഷണം മഹാനവറുകൾ താഴെ വീണു. കടാര കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച അക്രമിയെ തടയാൻ ശ്രമിച്ച ഭാര്യയായ ബഹുമാനപ്പെട്ട മഹദി നായില റളിയല്ലാഹു അൻഹയുടെ വിരലുകൾ അറ്റുപോയി. അതുപോലെ തടയാൻ ശ്രമിച്ച അടിമകളെയും നിഷ്കരുണം അക്രമികൾ കൊല ചെയ്യുകയും ചെയ്തു. പിന്നീട് കുടുംബത്തിന്റെ ഉപരോധം മറികടന്നുകൊണ്ട് അവർ ബഹുമാനപ്പെട്ടവരെ കൊല ചെയ്തു. ബഹുമാനപ്പെട്ടവർ ഓതിക്കൊണ്ടിരുന്ന വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 137-ാമത്തെ ആയത്ത് ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ഭാഗത്ത് ബഹുമാനപ്പെട്ടവർ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടുത്തെ രക്തം പുരളുകയാണ്, രക്തം തെറിച്ചു വീഴുകയാണ് മുസ്ഹഫിലേക്ക്. ആ മുസ്ഹഫാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വിശാലമാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.